ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വർഷയും വിവേകും ഒടുവിൽ വയനാട്ടിലെത്തുന്നുണ്ട്. വയനാട്ടിലെത്തിയ വിവേകാണെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അതിതാണ്, എന്ത് സുന്ദരമായ കാഴ്ച എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത നരകമാണ് ഇവിടം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ ഇല്ലാതാക്കിയത് ഇവിടെയാണ്. ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ദിവസങ്ങൾ സ്വപ്നത്തിൽ പോലും വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നത് കണ്ടിട്ട് നമ്മുടെ വിവേകാണെങ്കിൽ വർഷയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് കണ്ട് സങ്കടത്തോടെ വർഷയാണെങ്കിൽ വിവേകിനെ നോക്കി നിൽക്കുന്നുണ്ട്. വർഷയുടെ മനസ്സിൽ സഹോദരിയെയും കാമുകനെയും അമ്മേനെയും കുറിച്ചുള്ള ഓർമ്മകളാണ് തങ്ങി നിൽക്കുന്നത്. അത് മനസ്സിലാക്കി വിവേകാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, താൻ വിഷമിക്കേണ്ട, തൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിത്തരാൻ എന്നെയും കൊണ്ട് കഴിയുന്നതും ഞാൻ ശ്രമിക്കാം എന്ന് പറയുമ്പം വർഷയ്ക്കാണെങ്കിൽ വിവേകിനോട് ഒരല്പം ഇഷ്ടം തോന്നി തുടങ്ങുന്നു. വർഷയോടുള്ള വിവേകിൻ്റെ ഈ സമീപനം ഒരു കാരണവശാലും വർഷ കണ്ടില്ലെന്ന് നടിക്കില്ല. എന്തായാലും വിവേകിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശിവനന്ദയും വസുന്ധരയും അഭിരാമിയൊക്കെ അഞ്ജു രാഹുലിനോടൊപ്പം ഒളിച്ചോടിപ്പോയ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്ന് കാത്തിരിക്കാം. തെറ്റിദ്ധാരണകളൊക്കെ മാറുന്ന ആ ഒരു നിമിഷം അഞ്ജു രാഹുലിനെയാണ് സ്നേഹിച്ചത്, രാഹുൽ അഞ്ജുവിനെയാണ് സ്നേഹിച്ചത് എന്നെല്ലാവരും മനസ്സിലാക്കുന്ന ആ നിമിഷം ചിലപ്പം വസുന്ധര എല്ലാം നഷ്ടമായ രാഹുലിനെ ചേർത്ത് പിടിക്കാനും അഞ്ജുവിനും രാഹുലിനും തൻ്റെ വീട്ടിൽ താമസിക്കാൻ ഒരിടം കൊടുക്കാനും സാധ്യതയുണ്ട്. കാത്തിരിക്കാൻ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്.